തോമസ് കെ തോമസിന്റെ മന്ത്രിസഭാ പ്രവേശം മുഖ്യമന്ത്രി തടഞ്ഞത് സാമ്പത്തിക ആരോപണത്തെ തുടർന്ന്. മന്ത്രിസ്ഥാനം ലഭിക്കാൻ എൻസിപി നേതാക്കൾ പണം പറ്റിയെന്ന ആക്ഷേപം മുന്നിലുണ്ടെന്നും അത് അവഗണിച്ച് മന്ത്രിസ്ഥാനം നൽകിയാൽ ആക്ഷേപം ശക്തമാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ മന്ത്രിമാറ്റം അനുവദിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി എൻസിപി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക ആരോപണം തോമസ് കെ തോമസ് നിഷേധിച്ചു. ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അങ്ങേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നില്ല, പാർട്ടിയുടെ ദേശീയ നേതൃത്വം അത് സമ്മതിച്ചിട്ടും. രണ്ട്, അങ്ങേക്കെതിരായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ ചോർത്തി നൽകുന്നൊരു സാഹചര്യവും ഉണ്ടാവുന്നു. കാരണം സാമ്പത്തിക ക്രമക്കേടായാലും എന്ത് വിഷയമായാലും എന്താണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തട്ടെ. കാരണം നമ്മൾ ഒരു നല്ല പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടനാട് സീറ്റൊന്നും പിന്നെ ആർക്കും തിരിഞ്ഞു നോക്കാനൊക്കത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ എന്നെ തകർക്കാമോ ആ രീതിയിൽ അവർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇത് സത്യമായി വെളിച്ചത്ത് വന്നപ്പോൾ ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് താങ്കളുടെ പേരിൽ കെട്ടുകഥയുണ്ട്. ശരി, ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഇപ്പോൾ ആരോപണങ്ങൾ എങ്ങനെയാണ് തോമസ് കെ തോമസ് നേരിടുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. എന്താണിപ്പോൾ മന്ത്രിസ്ഥാനത്തിൽ എൻസിപിയുടെ നിലവിലെ തർക്കത്തിന്റെ ഒരു അവസ്ഥ? വിനിത, സാമ്പത്തിക ആരോപണത്തെ തുടർന്നാണ് എൻസിപിയിലെ മന്ത്രിസ്ഥാനത്തെ മുഖ്യമന്ത്രി എതിർക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് തോമസ് കെ തോമസിനെ എ കെ ശശീന്ദ്രന് പകരം മന്ത്രിയാക്കുന്ന കാര്യത്തിൽ എൻസിപി നേതൃത്വത്തിനകത്ത് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന ആക്ഷേപം തൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിന് മാറ്റം വന്നാൽ അത് ആരോപണങ്ങൾ ശക്തമായി പുറത്തു വരാൻ ഇടയാക്കും, അത് സർക്കാരിന് ദോഷകരമാകും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എൻസിപി നേതാക്കളെ മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു വന്ന എൻസിപി നേതാക്കളെ മുഖ്യമന്ത്രി മടക്കിയത്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ എൻസിപിയിലെ മന്ത്രിസ്ഥാനം ആലോചിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി ശരത് പവാറിനെ ബോധ്യപ്പെടുത്തണമെന്നും മന്ത്രിമാറ്റം ഇപ്പോൾ കഴിയുന്നതല്ല എന്ന കാര്യം ശരത് പവാറിനോട് പറയാനും മുഖ്യമന്ത്രി നേതാക്കളോട് നിർദ്ദേശിച്ചു. എൻസിപിയിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങളിലും മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചു. അതായത് തോമസ് കെ തോമസിന്റെ ജില്ലയായ ആലപ്പുഴയിലും ചില പ്രശ്നങ്ങളുണ്ട്, ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം വീതം വെപ്പുമായി ബന്ധപ്പെട്ട എൻസിപിയിലും മുന്നണിയിലുമൊക്കെ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നണിക്കും സർക്കാരിനും ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് മുന്നണിയെയും മറ്റും ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തന ശൈലിയിലേക്ക് എൻസിപി നേതൃത്വം മാറണമെന്നാണ് പറയുന്നത്. എന്തായാലും സാമ്പത്തിക ആരോപണമാണ് ഈ എൻസിപിയിലെ മന്ത്രിസ്ഥാനത്തിന് മുഖ്യമന്ത്രി തടസ്സം നിൽക്കാനെന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ സാമ്പത്തിക ആരോപണം എൻസിപിക്ക് അകത്തും ഉയർന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കൂടി അക്കാര്യം ആവർത്തിച്ചതോടെയാണ് എൻസിപിയിലെ മന്ത്രിസ്ഥാനത്തിന് ഇപ്പോൾ മന്ത്രിസ്ഥാന മാറ്റത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരിക്കുന്നത്. എന്നാൽ തോമസ് കെ തോമസ് ഈ സാമ്പത്തിക ആരോപണം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് തന്നെ നിഷേധിച്ചു. ഇത്തരമൊരു ആരോപണം തനിക്ക് അറിയില്ല, തനിക്കെതിരെ ഒരു കേസ് പോലുമില്ല എന്നും തോമസ് കെ തോമസ് വിശദീകരിക്കുന്നു.